ഓണം അടുത്തതോടെ നാട്ടിൻപുറത്തെ പാരമ്പര്യ ഉൽപ്പന്നങ്ങൾക്കും ഓണവിപണിയിൽ ചലനം. മാതേവരുടെയും മൺപാത്രങ്ങളുടെയും ഓലക്കുടകളുടെയും വിൽപ്പനയാണ് വിവിധ വിപണികളിൽ സജീവമായത്. ആധുനികതയുടെ കുത്തൊഴുക്കിലും പാരമ്പര്യത്തിന്റെ അടയാളങ്ങളായ ഇത്തരം ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നവരുണ്ടെങ്കിലും പഴയ കാലത്തെ അപേക്ഷിച്ച് കച്ചവടത്തിൽ കുറവുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. അത്തം പിറന്നതോടെയാണ് മാതേവരുടെയും മൺപാത്രങ്ങളുടെയും വിൽപ്പന ആരംഭിച്ചത്. എന്നാൽ ഓണം അടുത്തതോടെയാണ് ആവശ്യക്കാർ കൂടുതലായി എത്തിത്തുടങ്ങിയത്. ഒരു മാതേവർ സെറ്റിന് 250 രൂപയാണ് വില. പല്ലശ്ശനയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന മാതേവരും വിവിധതരം മൺപാത്രങ്ങളുമാണ് കച്ചവടക്കാർ വാങ്ങി വിപണിയിലെത്തിക്കുന്നത്. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വീടുകളിലും വിവിധ ചടങ്ങുകളിലും ഉപയോഗിക്കുന്ന മാതേവർക്ക് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. മണ്ണിൽ രൂപപ്പെടുത്തി ചുട്ടെടുത്ത ഓരോ ഉൽപ്പന്നത്തിനും പിന്നിൽ തൊഴിലാളികളുടെ അധ്വാനവും പാരമ്പര്യമായി കൈമാറി വന്ന നിർമ്മാണ രീതികളുമുണ്ട്. എന്നാൽ നിർമ്മാണ ചെലവും അധ്വാനവും കണക്കിലെടുക്കുമ്പോൾ ഈ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന വിപണി പരിമിതമാണെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ഓലക്കുടകൾക്കും ഓണവിപണിയിൽ ഇടമുണ്ട്. 1500 രൂപയ്ക്ക് മുകളിലാണ് ഒരു ഓലക്കുടയുടെ വില. പനയോലയും മുളയും ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന കുടകൾക്ക് പാരമ്പര്യ ഭംഗിയുണ്ടെങ്കിലും ഉയർന്ന വിലയും നിർമ്മാണത്തിലെ അധ്വാനവും വിൽപ്പനയെ ബാധിക്കുന്നുണ്ട്. എങ്കിലും ഓണാഘോഷങ്ങളിലും നാടൻ കലാപരിപാടികളിലും മാവേലിയുടെ വേഷവിധാനത്തിലുമൊക്കെ ഓലക്കുടകൾക്ക് ആവശ്യക്കാരുണ്ട്. 1000-ന് പുറത്ത് കൊടുക്കും. 1200, 1000-ന് പുറത്ത് കൊടുക്കുന്നു. ആവശ്യക്കാരുണ്ടോ? ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ടാവും. ഇഷ്ടം ആവശ്യക്കാർ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും അന്വേഷിച്ച് പോകുന്നുണ്ട്, കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് ഓണവിപണിയിലെ പ്രധാന കാഴ്ചകളായിരുന്നു ഇത്തരം നാടൻ ഉൽപ്പന്നങ്ങൾ. കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ മൺപാത്രങ്ങൾക്കും മാതേവർക്കുമെല്ലാം ആവശ്യക്കാരേറെയായിരുന്നു. എന്നാൽ കുടുംബഘടനയിൽ വന്ന മാറ്റം വിപണിയെയും സ്വാധീനിച്ചു. അണുകുടുംബങ്ങൾ വ്യാപകമായതോടെ പണ്ടത്തെ പോലെ മൺപാത്രങ്ങൾക്കും മറ്റ് കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾക്കും കച്ചവടമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നമ്മൾ സാധാരണ കൈകൊണ്ട് ഉണ്ടാക്കുകയാണ് വീട്ടിൽ ചുവന്ന മണ്ണെടുത്ത് ഉണ്ടായിക്കൊണ്ടത്. അപ്പോൾ അതൊക്കെ പോയിപ്പോൾ റെഡിമെയ്ഡായി. റെഡിമെയ്ഡായി. ഇപ്പോൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഇല്ലല്ലോ, അണുകുടുംബമായി മാറിയില്ലേ. ഇപ്പോൾ കൂട്ടുകുടുംബം എന്നുള്ളത് അണുകുടുംബമായിട്ട് മാറി. പിന്നെ വെളിയിൽ പോയവരൊക്കെ അവിടെ മലയാളി സമാജമായിട്ട് അവിടെ ഓണം കൊണ്ടാടാൻ തുടങ്ങിയിട്ടുണ്ട്. വെളിയിൽ പോയവരൊക്കെ സാധാരണ എവിടെയുണ്ടെങ്കിലും വീട്ടിൽ നമ്മുടെ നാട്ടിലോട്ട് വന്ന് അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ഓണം എന്ന് പറയും. ഇപ്പോൾ അതെല്ലാം മാറി. റെഡിമെയ്ഡ് സാധനങ്ങളിലേക്കാണ് ഉപഭോക്താക്കളുടെ താൽപര്യം കൂടുതലായി മാറുന്നത്. കടകളിലും വിപണികളിലും പല രൂപത്തിലും നിറത്തിലും വലിപ്പത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനാൽ കൈത്തൊഴിലിലൂടെ നിർമ്മിക്കുന്നവയ്ക്ക് ആവശ്യക്കാർ താരതമ്യേന കുറവാണ്. എങ്കിലും ഓണക്കാലത്ത് മാതേവരും മൺപാത്രങ്ങളും ഓലക്കുടകളും വിപണിയിലെത്തുന്നത് പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയുടെ അടയാളങ്ങളാണിവ. തലമുറകളായി കൈമാറി വന്ന നിർമ്മാണ വൈദഗ്ധ്യവും നാട്ടറിവും ഇത്തരം ഉൽപ്പന്നങ്ങളിലൂടെ ഇന്നും നിലനിൽക്കുന്നു. ഓണം അടുത്തതോടെ വിപണിയിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ പാരമ്പര്യ ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ ആവശ്യക്കാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. UTV ന്യൂസ്, പാലക്കാട്.